ആന്റോണിയൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിനന്ദനങ്ങൾ ആൽഫിൻ. സാന്താ ക്യൂവ ക്വിസ് മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നതിന് അഭിനന്ദനങ്ങൾ ആരോൺ. നമ്മൾ രണ്ടുപേരെയും കൂടാതെ 9ാം ക്ലാസ്സിലെ നേഹ പി വില്ലിംഗ്ടണും 2ാം റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അടിപൊളിയായിരുന്നു അല്ലേ? ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് വീടുകളിലേക്ക് മടങ്ങിയത്. കേക്ക് മുറിക്കുകയും പാട്ടുപാടുകയും അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്താണ് അവർ പള്ളിയിൽ നിന്നും പോയത്. കൊച്ചുമക്കൾ സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ അവരുടെ സന്തോഷം കാണേണ്ടതായിരുന്നു. ഈ പരിപാടി എല്ലാ വർഷവും വേണമെന്നായിരുന്നു എല്ലാവരും ഏകസുഖത്തിൽ പറഞ്ഞത്. ഈ ആഴ്ചത്തെ സുവിശേഷ ഭാഗം അറിഞ്ഞോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുമാണ്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ സംതൃപ്തരാക്കുന്ന സുവിശേഷ ഭാഗമാണ് ഈ ആഴ്ചത്തെ വചനഭാഗം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു എന്ന സങ്കീർത്തന ഭാഗമാണ് നാം എല്ലാവരും ഏറ്റുചൊല്ലേണ്ടത്. എല്ലാവരും ഉറക്കെ ചൊല്ലണേ. നാളെ CLC ദിനമാണെന്ന കാര്യം മറക്കേണ്ട കേട്ടോ. നാളത്തെ കുർബാനയ്ക്കും കാഴ്ചവെപ്പിനും നേതൃത്വം കൊടുക്കുന്നത് CLC ആണ്. CLCയുടെ നേതൃത്വത്തിൽ സൗജന്യ നേതൃ പരിശോധന ക്യാമ്പും നടക്കുന്നുണ്ട്. അതിലും എല്ലാവരും പങ്കെടുക്കണേ. ഇനി നമുക്ക് പോകാനുള്ളത് കോട്ടപ്പുറം രൂപതയുടെ ചരിത്ര ദേവാലയങ്ങളിൽ ഒന്നായ തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലേക്കാണ്. കോട്ടപ്പുറം രൂപതയുടെയും വരാപ്പുഴ അതിരൂപതയുടെയും ഏറ്റവും പുരാതനമായ ദേവാലയമാണ് തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം. കൊടുങ്ങല്ലൂരിൽ സെന്റ് തോമസ് കോട്ടയുടെ കിഴക്കു ഭാഗത്ത് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസ് മിഷണറിമാരാൽ സ്ഥാപിതമായതാണ് ഈ ദേവാലയം. സാമൂതിരിയുടെ ആക്രമണത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾ തുരുത്തിപ്പുറം, പള്ളിപ്പുറം, ഗോതുരുത്ത്, തുരുത്തൂർ, കാര തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുകയും പോർച്ചുഗലിൽ നിന്ന് വന്ന ഫ്രാൻസിസ്കൻ മിഷണറിമാർ ഇവർക്കായി തുരുത്തിപ്പുറം ഒരു പള്ളി പണിയുകയും ചെയ്തു. തുടർന്ന് ഡച്ചുകാരുടെ ആക്രമണത്തിലും ടിപ്പുവിന്റെ ആക്രമണത്തിലും തകർന്ന ഈ ദേവാലയത്തെ വീണ്ടും ഫ്രാൻസിസ്കൻ മിഷണറിമാർ തന്നെ പുതുക്കിപ്പണിത് നൽകിയതാണ് നാം ഇന്ന് കാണുന്ന തുരുത്തിപ്പുറം വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദേവാലയം. 1599 ഉദയപേരൂർ സുഗനദോസിൽ ഈ ദേവാലയത്തിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളത് ഈ ദേവാലയത്തിന്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നു. പുതിയ വിശേഷങ്ങൾക്കും ചരിത്രമുറങ്ങുന്ന ദേവാലയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആന്റോണിയൻ അപ്ഡേറ്റ്സ് മറക്കാതെ കാണണേ.